വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ചക്ക സീസൺ കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് പച്ചയായിട്ട് തന്നെ എപ്പോഴും ചക്ക വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അടുത്ത വർഷം വരെ നമുക്ക് ചക്ക ക്ഷാമമില്ലാതെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക കേട്ടോ. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമഞ്ഞൾ നന്നായിട്ടൊന്ന് അരച്ച് ഈ തുണിയിലേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി ഉണക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പച്ചമഞ്ഞൾ വീട്ടിലുണ്ടായതാണ് കേട്ടോ അരച്ച് ഉണക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഇതുപോലെ സന്ധ്യാസമയത്ത് നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ 100% നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കൊതുകിനെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷോക്കാവും. അത്രയ്ക്ക് നല്ല റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്കും കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ ഇറച്ചിയായാലും മീനായാലും കുറച്ചധികം ദിവസം നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റിലൊക്കെ ചെറിയൊരു വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് ആയിട്ട് മിക്സ് ആക്കി നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എപ്പോൾ എടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ മഞ്ഞൾ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചിക്കൻ മാത്രമല്ല മീനായാലും നമുക്ക് ഈ രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ചക്കക്കുരുവൊക്കെ തൊലി കളയുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണല്ലേ. എന്നാൽ വളരെ എളുപ്പത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തൊലിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ചക്കക്കുരു ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 വിസിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും തൊലിയൊക്കെ നന്നായിട്ട് അടർന്ന് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് തൊലിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റിയെടുത്തതിന് ശേഷം തൊലിച്ചെടുത്താലും മതിയാവും. അല്ലെങ്കിൽ കയ്യിൽ വഴുവഴുപ്പായിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ നന്നായിട്ട് ഇത് വരുന്നതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ഒഴിവാക്കിയിട്ടില്ല. ഇതിൽ നിന്ന് ഇതുപോലെ തന്നെ എടുത്ത് അങ്ങ് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ എത്ര ചക്കക്കുരു ഉണ്ടെങ്കിലും നമുക്ക് തൊലി കളഞ്ഞെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. തോരനായാലും അതുപോലെ തന്നെ കറി ആയാലും പായസമായാലും എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ചക്കക്കുരു തൊലി കളയുന്ന ബുദ്ധിമുട്ട് ആലോചിച്ച് ആരും വെറുതെ കളയരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ചിക്കനും ചക്കയും വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാല, ഗരം മസാല ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ കുറച്ച് ചക്കയും ചക്കക്കുരുമാണ് കേട്ടോ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചക്കക്കുരും ചക്കയാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് മുറി സവാളയും 2 തക്കാളിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് ഏകദേശം 2 പച്ചമുളകും കൂടെ എടുത്ത് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. വല്ലാണ്ട് അങ്ങ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കരിവേപ്പിലയും ഒരു ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അന്നേരം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വേറെ മസാലകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. നേരത്തെ നമ്മൾ ചിക്കനിൽ മസാല തേച്ച് കൊടുത്തില്ല. അത് മാത്രമാണ് കേട്ടോ ഈ റെസിപ്പിക്ക് മസാലയായിട്ട് വരുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചക്കയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ചക്ക സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1 മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. യാതൊരു ടേസ്റ്റ് വ്യത്യാസമോ അതുപോലെ തന്നെ ഫ്ലേവറോ ഒന്നും നഷ്ടപ്പെടാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചക്ക ഫ്രീസറിൽ എടുത്തു വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ സീസൺ കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിലെടുത്ത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് മുമ്പായിട്ട് നമ്മൾ ചക്ക ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ മസാലയിൽ കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. അപ്പോഴാണ് നമ്മളുടെ ആ മസാലയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് നമ്മുടെ ചക്കയിലേക്ക് പിടിക്കുകയുള്ളൂ. ഇനി ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ചക്കയും ചിക്കനൊക്കെ 2 വിസിൽ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. വെന്തതിന് ശേഷം ഞാനൊന്ന് താളിച്ചും കൂടെ എടുത്തിരുന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ.
നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് അധികം വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ചാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേപ്പെണ്ണയോ അല്ലെങ്കിൽ കടുകെണ്ണയോ ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിതൊരു ബേ ലീഫിലേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിൽ വരുന്ന കൊതുകിനെ ഓടിക്കാനുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു റെമഡി തന്നെയാണ് കേട്ടോ. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ചെറിയ കുട്ടികൾ ഉള്ള സ്ഥലത്ത് വരെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ചക്കയുടെയും മാങ്ങയുടെയും സീസൺ ആയാൽ നിങ്ങൾക്ക് അറിയാലോ, ഈച്ചയുടെയും കുഞ്ഞീച്ചകളുടെയും ഭയങ്കര ഒരു ശല്യം തന്നെയാണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പുക കാരണം തന്നെ നമ്മുടെ വീട്ടിൽ കൊച്ചീച്ചകളും അതുപോലെ തന്നെ കൊതുകും ഈച്ചയും ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. ഇത് ശ്വസിക്കുന്നത് മൂലം യാതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായി തന്നെ നമ്മൾ ചെറിയ കുട്ടികളും പ്രായമുള്ളവരൊക്കെ ഉള്ള സ്ഥലത്ത് കത്തിച്ച് വയ്ക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളുടെ ചക്ക വർഷങ്ങളോളം ഫ്രഷ് ആയിട്ട് പച്ചയായിട്ട് സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നത്. ചക്കക്കുരു വർഷങ്ങളോളം എങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്നുള്ള ടിപ്പൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം കേട്ടോ. അപ്പോൾ ചക്ക ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ചെവണിയും അതുപോലെ തന്നെ ചക്കക്കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് ഫ്രഷ് ആയിട്ട് ആ ചക്ക മാത്രമായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചക്ക മാത്രമായിട്ട് സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഇത് മാത്രം എടുക്കായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കുറേ വർഷക്കാലം കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും ചക്കയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ചക്കക്കുരു ഞാൻ കളയൊന്നുമില്ല, എടുത്ത് വെക്കും കേട്ടോ. ഇതിൻ്റെ ചെവണിയും നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് മിച്ചർ പോലെയൊക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതും ഞാൻ വലിച്ചെറിഞ്ഞ് കളയുന്നില്ല. ഇപ്പം ഞാൻ ഈ ചക്കയുടെ ടിപ്പാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ചക്കയും ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എത്ര ചക്ക വേണമെങ്കിലും ഞാൻ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അടുത്ത സീസൺ വരെ നമുക്ക് നന്നായിട്ട് ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഈ സീസണൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ചക്ക ബിരിയാണി അല്ലെങ്കിൽ ചക്കയും ചിക്കനൊക്കെ ഉണ്ടാക്കണമെങ്കിലോ ഫ്രൈ ആക്കണമെങ്കിലോ ചക്ക വരട്ടണമെങ്കിലൊക്കെ നമുക്ക് ഭയങ്കര ഒരു താല്പര്യമായിരിക്കുമല്ലോ സീസൺ അല്ലാത്ത സമയത്ത്. അപ്പോൾ നമ്മൾ ചക്ക തിരഞ്ഞ് നടക്കുകയാണെങ്കിൽ എവിടെയും കിട്ടാനുണ്ടാവില്ല. പക്ഷേ ഈ രീതിയിലൊക്കെ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏത് സമയത്തും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ചക്കയൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് പച്ചയായിട്ട് തന്നെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിൽ ഞാനിവിടെ സ്റ്റോർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്ക ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ചക്കയാണ് കേട്ടോ ഞാനിപ്പോൾ സ്റ്റോർ ചെയ്ത് കാണിക്കുന്നത്. ഇനി ഞാനതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നല്ലൊരു പ്രിസർവേറ്റീവ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ നല്ലൊരു പ്രിസർവേറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വെച്ച് കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് വർഷങ്ങളോളം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ മഞ്ഞൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എന്താ ചെയ്യാൻ നോക്കാം. ഇനി ഞാനൊരു ഇഡലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ട് തട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ചക്ക ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. വല്ലാണ്ട് അങ്ങ് കുഴഞ്ഞ് വെന്ത് പോകുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് നമുക്ക് ആവി കയറ്റിയാൽ മാത്രം മതിയാവും. അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാം ഞാൻ ഈ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഓട്ടയുള്ള പാത്രത്തിൽ വെച്ചിട്ട് അതുപോലെ ഇറക്കി വെച്ചിട്ടും സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ കാണിച്ചിരുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ഏതാണോ സൗകര്യമായ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ ചക്കയൊക്കെ ഒന്ന് ഹാഫ് വേവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ എടുക്കേണ്ടത്. ഇനി നമ്മളിത് കൈ ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കരുത്. അപ്പോൾ നമ്മളുടെ ചക്ക കേടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അപ്പോഴേ നമുക്ക് ചക്ക കേടാവാതെ പൂപ്പൽ വരാതെയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഫാനിൻ്റെ അടിയിൽ കുറച്ച് സമയം വെച്ച് കൊടുക്കുന്നുണ്ട്.
കുറച്ച് സമയം വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്താണ് കേട്ടോ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നത്. ഇനി സിബ്ലോ കവർ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ആക്കി കൊടുക്കുന്നു എന്ന് മാത്രം. ഞാൻ ഈ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ എല്ലാം ഇതിലേക്ക് ആക്കി കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ ആവി കയറ്റിയതിന് ശേഷം നിങ്ങൾ കൈ ഇട്ടിട്ട് മിക്സ് ആക്കി ഒന്നും ചെയ്യരുത്. ഇനി ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് കവറിലേക്കാണ് ഞാൻ ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഈ രീതിയിൽ നമുക്ക് ടൈറ്റായിട്ടൊന്ന് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. കുറച്ചധികം ചക്കയൊക്കെ ഉള്ള സമയത്ത് ഒരു 2-3 കവറിലാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോരോ കവറായിട്ട് എടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 2 മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിലൊരു മെത്തേഡാണിത്. രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയെന്ന് വെച്ചാൽ കുറച്ച് ചക്ക ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ചക്ക കുറച്ച് ഉപ്പ് ഇട്ട് നമ്മൾ വെക്കുകയാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.